അപ്പൊ ഗീസ് നമ്മളാണെന്നുണ്ടെങ്കിൽ രണ്ടാഴ്ചക്ക് ശേഷം പുതിയൊരു ലോങ് വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പൊ ഇന്നാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ദാസപ്പനാണെന്നുണ്ടെങ്കിൽ നമ്മളപ്പോ അല്ലേ നമ്മുടെ ദാസപ്പനാണെന്നുണ്ടെങ്കിൽ ഡൽഹിക്ക് പോയിക്കാണ്. അപ്പൊ ദാസപ്പൻ പറയണ മാതിരി വീഡിയോ ലൈക്ക് ഓടിച്ചാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്താളി. അപ്പൊ ഇന്ന് നമ്മളാണെന്നുണ്ടെങ്കിൽ വീട്ടിൽ നിന്ന് നേരെയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ നിഞ്ച ചുറ്റുപാട് എടുത്തിട്ട് നമ്മളൊരു പുതിയ ഷോറൂമിലോട്ട് പോവുകയാണ്. സാധാരണ നമ്മളാണെന്നുണ്ടെങ്കിൽ ബാപ്പുട്ടർ ഷോറൂമൊക്കെയാണ് പോവാറ്. ഇന്നാണെന്നുണ്ടെങ്കിൽ നമ്മൾ വേറെ ഷോറൂം തന്നെ അങ്ങ് മേടിച്ചിട്ടുണ്ട്. അപ്പൊ ആ ഷോറൂമിലാണെന്നുണ്ടെങ്കിൽ പുതിയ കാർസും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അപ്പൊ നമുക്കതൊക്കെ ഒന്ന് നോക്കി സെറ്റാക്കി അറേഞ്ച്മെന്റ് ചെയ്ത് വെക്കണം. അപ്പൊ അതിലോട്ടാണെന്നുണ്ടെങ്കിൽ നമ്മൾ കുറെ അധികം വർക്കേഴ്സിനെ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ വരാൻ കുറച്ച് സമയം എടുക്കും. നമുക്കാണെന്നുണ്ടെങ്കിൽ പോയിട്ട് ഒന്ന് അറേഞ്ച്മെന്റ് ചെയ്ത് സെറ്റാക്കി വെക്കാം. എന്നിട്ട് പിന്നെയാണെന്നുണ്ടെങ്കിൽ അവർ വന്ന് ശരിയാക്കിയേക്കോളും. അപ്പൊ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ കുറെ അധികം ലക്ഷറി കാർസും അതുപോലെ തന്നെ ലക്ഷറി ബൈക്സും കാണാൻ പറ്റുന്നുണ്ട്. ഓക്കെ, അപ്പൊ നമുക്കാണെന്നുണ്ടെങ്കിൽ അപ്പുറത്തെ സൈഡിൽ ഒരു ഹെലികോപ്റ്റർ അല്ല, രണ്ട് ഹെലികോപ്റ്റർ കിടപ്പുണ്ട്. ഇവിടെയാണെന്നുണ്ടെങ്കിൽ രണ്ട് നിഞ്ച H2R കിടക്കുന്നുണ്ട്. ഇവിടെയാണെന്നുണ്ടെങ്കിൽ എന്താ ഒരു ഫ്യൂച്ചർ ബൈക്ക്. അതുപോലെ തന്നെ അവിടെ എന്തായിട്ടാണെന്നുണ്ടെങ്കിൽ എന്തൊരു പേര് എനിക്ക് കറക്റ്റായിട്ട് അറിഞ്ഞുകൂടാ. R15 ആണോന്ന് അറിഞ്ഞുകൂടാ. അപ്പോൾ ഇവിടെയാണെന്നുണ്ടെങ്കിൽ ഒരു ഓഡി TT കിടക്കുന്നുണ്ട്. അപ്പോൾ ഈ ബൈക്ക് ഏതാ നമുക്കൊന്ന് നോക്കി നോക്കാം. ഐ തിങ്ക് ഇത് R15 ആണെന്നാണ്, പക്ഷേ എനിക്ക് അറിഞ്ഞുകൂടാ. എന്തായാലും നമുക്ക് ഇതൊന്ന് ഇറങ്ങിയിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ നോക്കി നോക്കാം. അപ്പോൾ നമ്മുടെ ഓഡി TT ആണെന്നുണ്ടെങ്കിൽ നല്ല വൈറ്റ് കളറാണ്. അപ്പോൾ നമുക്ക് കസ്റ്റമറിൻ്റെ ഇതനുസരിച്ചിട്ട് നമുക്ക് ഇതിൻ്റെ കളറും കാര്യങ്ങളൊക്കെ മോഡിഫിക്കേഷനൊക്കെ ചെയ്ത് സെറ്റാക്കി വെച്ച് കൊടുക്കും. പിന്നെ ഇതാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഒരു ഫ്രണ്ടിൻ്റെ സ്പ്ലെൻഡറാണ് കിടക്കുന്നത്. ഇതാണെന്നുണ്ടെങ്കിൽ ഈ കാറിൻ്റെ പേര് എനിക്ക് അറിഞ്ഞുകൂടാ. എന്തായാലും ഇതൊരു സ്പോർട്സ് കാറാണ്. പിന്നെ നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ രണ്ട് ഹയാബൂസ കിടക്കുന്നുണ്ട്, ഒരേ കളറിലില്ല, ബ്ലൂ കളറിലില്ല. പിന്നെ ഇവിടെയാണെന്നുണ്ടെങ്കിൽ രണ്ട് ഫ്യൂച്ചർ ബൈക്സും കിടക്കുന്നുണ്ട്. സീനാണ് എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും. അങ്ങനെ കുറച്ച് സമയം കഴിഞ്ഞപ്പോഴത്തേക്കും ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ റോൾസ് റോയ്സ് എത്തിയിട്ടുണ്ട്. എൻ്റെ മോനെ റോൾസ് റോയ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൺവേർട്ടബിൾ റോൾസ് റോയ്സ് ആണ്. ഒന്നും പറയാനില്ല, രണ്ടും ഒരേ കളറാണ്. അപ്പോൾ ഒരു റോൾസ് റോയ്സ് ആണെന്നുണ്ടെങ്കിൽ ഓൾറെഡി ബുക്ക്ഡ് ആണ്. അപ്പോൾ നമ്മുടെ ഹെലികോപ്റ്ററൊക്കെ ആണെന്നുണ്ടെങ്കിൽ ആരൊക്കെ സ്റ്റാർട്ടാക്കി ഇട്ടേക്കാണ്. എന്തായാലും പവറാണ്, ഒരേ കളറാണ്. അപ്പോൾ നമ്മളാണെന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് കമ്പനിയുടെ കയ്യിൽ നിന്ന് എടുക്കുന്നതുകൊണ്ട് തന്നെ എല്ലാതും ഒരേ കളറായിട്ട് കിട്ടും. പിന്നെ നമ്മളാണെന്നുണ്ടെങ്കിൽ അത് ചെറിയ ചെറിയ മോഡിഫിക്കേഷൻസ് ഒക്കെ വരുത്തിയിട്ടാണ് അത് അവർക്ക് കൊടുക്കാറ്. അപ്പോൾ ഈ ഒരു റോൾസ് റോയ്സ് ആണെന്നുണ്ടെങ്കിൽ ഓൾറെഡി ബുക്ക്ഡ് ആണ്. അപ്പോൾ നമുക്ക് എന്തായാലും നമ്മുടെ ബെന്നീനെ വിളിക്കാം. അപ്പോൾ നമ്മുടെ ബെന്നി വന്നിട്ടാണെന്നുണ്ടെങ്കിൽ മോഡിഫിക്കേഷൻ പരിപാടിയൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും ഈ കാറൊക്കെ എടുത്തതിന് ശേഷം നമ്മുടെ ഷോറൂമിൻ്റെ ഉള്ളിലോട്ട് കയറ്റിയിടാം. അപ്പോൾ നമ്മളെന്തായാലും ഈ റോൾസ് റോയ്സ് തന്നെ ആദ്യം ഉദ്ഘാടനം ചെയ്യുന്ന പോലെ ഇടാം. നമുക്ക് ഹെലികോപ്റ്ററൊക്കെ ആണെന്നുണ്ടെങ്കിൽ എവിടെ ഇടണം നിങ്ങൾ പറയുക. ഞാനിപ്പോൾ തൽക്കാലത്തിനാണെന്നുണ്ടെങ്കിൽ ഞാനിവിടെ ഇവിടെ ആയിട്ട് ഇട്ടെടുക്കാം. കാരണം ആൾക്കാരൊക്കെ വരുമ്പോൾ ഇത് വലിയ ഷോറൂമാണല്ലോ എന്നൊക്കെ വെച്ചിട്ട്, പേരിനിത് കാർ ഷോറൂം ആണെങ്കിലും ഇതിലെല്ലാ വെഹിക്കിൾസും കൊടുക്കുന്ന രീതിക്ക് നമുക്ക് സെറ്റാക്കി എടുക്കണം. അപ്പോൾ നമ്മളാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഭാഗത്തോട്ട് സെറ്റാക്കുകയാണ്. അപ്പോൾ ബാക്കിയൊക്കെ സെറ്റാക്കി ഞാനിപ്പോൾ വരാം. ഓക്കെ, അങ്ങനെ നമ്മളാണെന്നുണ്ടെങ്കിൽ ഏകദേശം ഒക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഒരു നിഞ്ച H2R പുറത്ത് കിടക്കുന്നുണ്ട്. പിന്നെ മറ്റേ R15 പോലത്തെ ഒരു ബൈക്കും പിന്നെ നമ്മുടെ ഫ്യൂച്ചർ ബൈക്കും സ്പ്ലെൻഡറും പുറത്തെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഓഡി TT ആണെന്നുണ്ടെങ്കിൽ അതിൽ ഇട്ടിട്ടുണ്ട്. പിന്നെ നമ്മുടെ ആ സൂപ്പർ കാറും അവിടെ ഇട്ടിട്ടുണ്ട്. പിന്നെ ഒരു ഹയാബൂസ് ഇവിടെ ഇട്ടിട്ടുണ്ട്. പിന്നെയാണെന്നുണ്ടെങ്കിൽ ഒരു ഫ്യൂച്ചർ ബൈക്കും പിന്നെ അതുപോലെ തന്നെ നമ്മുടെ R15 ടൈപ്പ് ബൈക്കും. അപ്പോൾ നമ്മുടെ ബെന്നി ആണെന്നുണ്ടെങ്കിൽ ചായ കുടിക്കാൻ വേണ്ടി പോയിട്ടുണ്ട്. ഇവിടെ ആണെന്നുണ്ടെങ്കിൽ അവൻ മോഡിഫിക്കേഷൻ പകുതി വെച്ചിട്ട് നിർത്തിയിട്ടുണ്ട്. എന്തായാലും നമുക്കത് നാളെ കൊണ്ടുപോയിട്ടാണ് അവരുടെ ഡെലിവറി. അപ്പോൾ നമുക്ക് എന്തായാലും ഈ ഹെലികോപ്റ്ററൊക്കെ സെറ്റല്ല എന്ന് നോക്കി വെച്ചേക്കാം. ഈ ഹെലികോപ്റ്റർ ആണെന്നുണ്ടെങ്കിൽ ബെന്നി ഓണാക്കിയിട്ടിട്ട് പോയതാണ്. ഇത് ഓഫാക്കേണ്ട സ്വിച്ച് എവിടെയെന്ന് എനിക്ക് അറിഞ്ഞു. എന്തായാലും ബെന്നിക്ക് ഞാനൊന്ന് പണി കൊടുക്കുന്നുണ്ട്. അവനാണെന്നുണ്ടെങ്കിൽ ഏത് നേരം നോക്കിക്കഴിഞ്ഞാൽ ചായ കുടിക്കലാണ് പണി. അപ്പോൾ ഇങ്ങോട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഹയാബൂസയും അതുപോലെ തന്നെ നമ്മുടെ റോൾസ് റോയ്സും അതുപോലെ തന്നെ നമ്മുടെ ഫ്യൂച്ചർ ബൈക്കും നമ്മുടെ നിഞ്ച H2R കിടക്കുന്നുണ്ട്. അപ്പം നമ്മൾ ഉദ്ദേശിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നല്ല ലക്ഷറി കാർസും അതുപോലെ തന്നെ അവിടെ നല്ല ലക്ഷറി സ്പോർട്സ് കാർസുമാണ് ഇടാൻ പ്ലാൻ ചെയ്തായിരുന്നത്. പക്ഷേ ചെറുതായിട്ടൊന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പാറിയ പോലെ തോന്നി. അതായത് നമ്മൾ വെഹിക്കിൾസ് ആണ് ആഡ് ചെയ്തത്. സോറി, ഞാൻ കാർസ് എന്ന് പറയുന്നുണ്ട്, വെഹിക്കിൾസ് ആണ് നമ്മൾ ആഡ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഒരു ലോങ് വ്യൂ നമുക്ക് നോക്കി നോക്കാം. എന്തായാലും സംഭവം അടിപൊളിയായിട്ടുണ്ട്. ജസ്റ്റ് ലുക്കിംഗ് ലൈക്ക് എ വൗ. അപ്പോൾ നമ്മുടെ വർക്കേഴ്സൊക്കെ ഒന്നും വന്നിട്ടില്ല. അവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ എത്തുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. എല്ലാവരും ഫസ്റ്റ് ഡേ ആയതുകൊണ്ട് എല്ലാവരും ലേറ്റ് ആയിട്ടുണ്ട്. നമുക്ക് സീനില്ല. നമ്മളെന്തായാലും വന്നിട്ട് ഇതാക്കിയിട്ട് പോവാം. അപ്പോൾ ഈ വീഡിയോ എത്രയും വേണ്ട കണ്ടത് പിടിച്ചതിന് താങ്ക്സ്. പിന്നെ നിങ്ങളെല്ലാവരും ചോദിക്കുന്നുണ്ടാവും എന്താണ് ഇപ്പോൾ ഇങ്ങനെയൊക്കെ പറഞ്ഞത്. പിന്നെ മലപ്പുറം സ്റ്റൈൽ മാറ്റി പിടിച്ചല്ലോ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും. തോന്നിയിട്ടില്ല, ജസ്റ്റ് ഒന്നൊരു വെറൈറ്റി ആക്കാന്ന് വെച്ചിട്ട് ചെയ്തതാണ്. എന്തായാലും പവറാക്കാം. നമ്മുടെ ദാസപ്പൻ നാളെ ഡൽഹിയിൽ നിന്ന് തിരിച്ചെത്തും. അപ്പോൾ നമുക്ക് പവറാക്കട്ടാ. ബോസേ, ഈ ചെയ്ത്താൻ വന്നോ?